ഏവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. ഒരു ചെറിയ കഥയിലൂടെ നമുക്കൊരു വലിയ ജീവിത പാഠം ഗ്രഹിക്കാം. അന്ന് അധ്യാപകൻ ക്ലാസ്സിലെത്തിയത് ഒരു 100 രൂപയുടെ നോട്ട് ഉയർത്തിപ്പിടിച്ചായിരുന്നു. ഈ നോട്ട് ആർക്കു വേണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. അധ്യാപകൻ നോട്ട് കയ്യിലെടുത്ത് ചുരുട്ടി ആകെ ചുളുക്കി ആ നോട്ട് ഉയർത്തിപ്പിടിച്ച് വീണ്ടും ചോദിച്ചു, ഇനി ആർക്ക് വേണം ഈ നോട്ട്? അപ്പോഴും കുട്ടികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. അധ്യാപകൻ നോട്ട് നിലത്തിട്ട് അതിലാകെ ചെളിയും പൊടിയും പറ്റിച്ച് ആ നോട്ട് ആകെ മുഷിഞ്ഞതാക്കി മാറ്റി ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു, ഇനി ആർക്ക് വേണം ഈ രൂപ നോട്ട്? അവർ ഒന്നാകെ പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. ആകെ മുഷിഞ്ഞിട്ടും രൂപയോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ അവർ മറുപടി പറഞ്ഞു, മുഷിഞ്ഞാലും ആ രൂപയ്ക്ക് മൂല്യം കുറയുന്നില്ലല്ലോ. അധ്യാപകൻ ജീവിത പാഠം പകർന്നു കൊടുത്തു. ഈ രൂപയോട് പുലർത്തുന്ന സ്നേഹം നിങ്ങളുടെ ജീവിതത്തോടും പുലർത്തണം. ചിലപ്പോൾ അത് മണ്ണ് പുരണ്ടേക്കാം, ചെളി പറ്റിയേക്കാം, ചുളുങ്ങിപ്പോയേക്കാം, വേദനിച്ചേക്കാം, മറ്റുള്ളവരാൽ വലിച്ചെറിയപ്പെട്ടേക്കാം. അപ്പോഴും നിങ്ങൾ ഓർക്കണം, ജീവിതത്തിന് വലിയ മൂല്യമുണ്ടെന്ന്. എന്തൊക്കെ മോശമായത് സംഭവിച്ചാലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. വേറെ ആരും സ്നേഹിക്കാനില്ലാത്തപ്പോഴും നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം തിരുവചനം നമുക്ക് ഓർക്കാം. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതെ, സ്വന്തമായി സ്നേഹിക്കാത്തവർക്ക്, സ്വന്തമായി ആദരിക്കാത്തവർക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ആദരിക്കാനും സാധിക്കും?